guys, welcome back to MS Solution. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? ഇറ്റ്സ് മീ FD. മക്കളെ മറന്നു പോകല്ലേ. നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങളിതാ വീണ്ടും വീട്ടിലേക്ക് എത്തി, ഭക്ഷണം കഴിച്ചു, റിലാക്സ് ചെയ്യാൻ നമുക്ക് സമയമില്ല. നാളെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ്. ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മൾ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയിൽ ആദ്യമായിട്ട് അപ്രീസിയേഷൻ ഞാൻ തന്നിരുന്നു. നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് ഈ പരീക്ഷയ്ക്ക്, നാളെ നടക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വരാനുള്ള മുഴുവൻ ഡിസ്കോഴ്സുകളും, വരാൻ സാധ്യതയുള്ള മുഴുവൻ ഡിസ്കോഴ്സുകളും അതിൻ്റെ ഒരു ഫോർമാറ്റുമാണ് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ മാക്സിമം 1 മണിക്കൂർ. അത് കഴിയുമ്പോഴേക്ക് കൃത്യം 7:20 നമ്മുടെ പക്ക ഷുവർ ക്വസ്റ്റ്യൻ ഓടി നിങ്ങളുടെ അടുത്തെത്തും. എല്ലാവരും ആ ലൈവിൽ ഉണ്ടായിരിക്കണം. അതിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. റെഡിയാണല്ലോ? ഇംഗ്ലീഷ് നമ്മൾ സെറ്റാക്കി തരും. റെഡി? ഓക്കെ. അപ്പോൾ ഡിസ്കോഴ്സസുകൾ ഏതൊക്കെയാണ് മക്കളെ വരാൻ സാധ്യതയുള്ളത് നോക്കിക്കോ. ആകെ ക്രിസ്മസ് മയമാണ് അല്ലേ? യെസ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ഒന്നാമതായിട്ട് നോക്കിക്കോ, എന്താ സാറേ നിങ്ങൾ ആദ്യം പ്രൊഫൈൽ തരാനുള്ള കാരണം? ഇതല്ലാത്തത് വരാൻ സാധ്യതയല്ലേ? ഉണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് പ്രൊഫൈൽ തന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഒരു കാരണവശാലും നിങ്ങൾക്ക് മാർക്ക് പോകാത്ത ഒരു സാധനമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. പിന്നെ സാറേ പ്രൊഫൈൽ വരുവടാ. ഒന്നുകിൽ നിങ്ങളുടെ എഴുത്തുകാർ, നിങ്ങളുടെ കഥകളോ കവിതകളോ എഴുതിയിട്ടുള്ള, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള കഥകളോ കവിതകളോ എഴുതിയിട്ടുള്ള ആളാകാം, അല്ലെങ്കിൽ അതിൽ പരാമർശിച്ചിട്ടുള്ള ആരുമാകാം. അതുകൊണ്ട് അതല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളാകാം. ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് പ്രൊഫൈൽ വന്നിരിക്കും. റെഡിയാണോ അല്ലേ? പ്രൊഫൈൽ എങ്ങനെ സാറേ എഴുതാ നോക്കിക്കോളി. നെയിം ഓഫ് ദ പേഴ്സൺ. ആദ്യം നമ്മൾ എഴുതേണ്ടത് നെയിം ഓഫ് ദ പേഴ്സൺ. അതാരാണോ അയാളുടെ പേര് നമ്മൾ എഴുതുക. അയാളുടെ പേര് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ എടുക്കാം. ഓക്കെ, ഡൺ. നെയിം ഓഫ് ദ പേഴ്സൺ, ഒരാളുടെ പേര് നിങ്ങൾ എഴുതുക. അത് ആരുടേതാകാം? APJ അബ്ദുൽ കലാം ആകാം, അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആകാം, മെസ്സി ആകാം, ഫഹദ് സാർ ആകാം, ആരുമാകട്ടെ. അയാളുടെ പേര് എഴുതുക, അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക. വാസ് ബോൺ ഓൺ വരുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ. ഡേറ്റ് ആണ് തന്നത് എങ്കിൽ, റെഡിയാണല്ലോ? ഡേറ്റ് ആണ് തന്നത് എങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഡേറ്റ് ഓൺ ആണ്. ഇയർ മാത്രമാണ് തന്നതെങ്കിൽ ഇന്നും എഴുതുക. ഉദാഹരണമായിട്ട് അദ്ദേഹം ജനിച്ചത് വർഷം മാത്രമാണ് 1991. എന്നാൽ അതിന് മുൻപിൽ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? in 1991. അതല്ല അദ്ദേഹത്തിന് ഡേറ്റ് സഹിതമാണ് തന്നിട്ടുള്ളത് എങ്കിൽ 22/11/1991 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഓൺ 22th November in 1990 വേണമെന്നില്ല, കോമട്ടിട്ട് 1991 എന്ന് എഴുതിയാലും മതി. ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊഫൈൽ എഴുതേണ്ടത്. മറക്കരുത്. പ്ലേസ് ചെറിയ സ്ഥലമാണെങ്കിൽ അറ്റ്, വലിയ സിറ്റി ആണെങ്കിൽ ഇന്ന്. APJ അബ്ദുൽ കലാമിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഫൈൽ വരുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വരുന്ന സമയത്ത് തമിഴ്നാടും ഉണ്ടാകും, അതുപോലെ തന്നെ രാമേശ്വരം എന്ന് പറയുന്ന പട്ടണവും ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അറ്റ് രാമേശ്വരം, പിന്നീട് നിങ്ങൾ എന്ത് എഴുതുക? തമിഴ്നാട് എന്ന് എഴുതുക. മറക്കരുത്. അപ്പോൾ കോമട്ട് എഴുതാൻ പറ്റുമോ സാറേ? അത് മതിയടാ. കോമട്ടിട്ട് രാമേശ്വരം എന്ന് എഴുതിയ, തമിഴ്നാട് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇന്നെന്ന് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. വളരെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ പാരൻസിൻ്റെ പേര് ചോദിക്കാറുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആണാണെങ്കിൽ ഹിസ്, പെണ്ണാണെങ്കിൽ ഹർ. നമുക്ക് തരുന്ന പ്രൊഫൈല് ഇന്നയാളുടേതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു പുരുഷനായ വ്യക്തിയുടേതാണെങ്കിൽ അവിടെ നമ്മൾ ഹിസ് എന്ന് എപ്പോഴും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഒരു ലേഡി ആണെങ്കിൽ ഹർ എന്ന് ചേർത്ത് കൊടുക്കാനും മറക്കരുത്. പാരൻസിൻ്റെ പേരുണ്ടെങ്കിൽ ചേർത്താൽ മതി. സാറേ പാരൻസിൻ്റെ പേരില്ലെങ്കിൽ അത് അന്വേഷിച്ച് പോയിട്ട് ചേർക്കാനൊന്നും എൻ്റെ മക്കൾ നിൽക്കണ്ട. അവിടെ ഉള്ളത് മാത്രം കൊടുത്താൽ മതി, പേടിക്കണ്ട. എന്നിട്ട് അവരുടെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യുക. റെഡിയാണല്ലോ? പിന്നീട് സ്വാഭാവികമായിട്ട് വരാറുള്ളത് ഒന്നാമത്തെ പോയിന്റ് ബോൺ, രണ്ടാമത്തെ പോയിന്റ് അവിടെ ഡേറ്റ്, അതുപോലെ തന്നെ പ്ലേസ്, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം രണ്ടാമത് വരാനുള്ളത് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഷീ വാസ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഹി വാസ് കംപ്ലീറ്റഡ് ഹിസ് ഗ്രാജുവേഷൻ. എന്താണോ അദ്ദേഹം പഠിച്ചിട്ടുള്ളത് അതിവിടെ ചേർത്ത് കൊടുക്കുക. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി തലത്തിലുള്ള പഠനമാണ്. PG എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിന് മുകളിലുള്ളതാണ്. ഏതാണെങ്കിലും അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ മറക്കരുത്. ശ്രദ്ധിക്കുക, ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആയിരിക്കാൻ എൻ്റെ പൊന്നുമക്കൾ ശ്രദ്ധിക്കുക. റെഡിയാണല്ലോ? പിന്നെ കോളേജിൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കുക. ഓക്കെ. പിന്നെ വരേണ്ട സാധനം, അദ്ദേഹം കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കാൻ പറ്റുക കംപ്ലീറ്റഡ് ഹിസ് ഗ്രാജുവേഷൻ.
റെഡിയാണല്ലോ. അടുത്തായിട്ട് നമുക്ക് കൊടുക്കാം എന്താ, ഹി എഡ്യൂക്കേറ്റഡ് അറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തൊരു യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട് എങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സാറേ കംപ്ലീറ്റഡ് തന്നെ പോരെ? മതി. ഹി കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ 1, ഹി കംപ്ലീറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ 2, ഓക്കെ ആണ്. ഇനി അതല്ല PhD കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, PhD ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ കൊടുത്തോ ഹി ഗോട്ട് ഹിസ് PhD. അദ്ദേഹത്തിന് തന്റെ PhD കളക്ട് ചെയ്തത് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് എന്നും നിങ്ങൾക്ക് പറയാം. ഇവിടെ ഞാനത് കൊടുത്തിട്ടുണ്ട്. റെഡിയാണല്ലോ. അടുത്തതായിട്ട് പല ആളുകൾക്കും തെറ്റുന്ന ഒരു സാധനമാണ്, നമ്മൾ ജോലിയുടെ കാര്യം പറയുമ്പോൾ വർക്കഡ് അല്ലേ സാറേ എഴുതാം? ആണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, APJ അബ്ദുൽ കലാം ആണ് വന്നത് എങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്യുകയല്ലല്ലോ ചെയ്തത്. ഹി സെർവ്ഡ് ദ കൺട്രി ആസ് എ പ്രസിഡന്റ് അല്ലേ മക്കളെ? അവിടെ നിങ്ങൾ വർക്കഡ് എന്ന് എഴുതരുത്, അവിടെ നിങ്ങൾ സെർവ്ഡ് എന്ന് എഴുതണം. അപ്പൊ ഈ വരുന്ന ആളുടെ ലെവൽ അനുസരിച്ച് വേണം നിങ്ങൾ സെർവ്ഡ് വേണോ, അവിടെയും ഷീ മറന്നു പോകരുത് കേട്ടോ. ഷീ അല്ലെങ്കിൽ ഹി, സെർവ്ഡ് അല്ലെങ്കിൽ വർക്കഡ് ആസ് അയാളുടെ പ്രൊഫഷൻ നിങ്ങൾ എഴുതി കൊടുക്കാൻ മറക്കരുത്. ഏത് പ്രൊഫഷൻ ആവട്ടെ, വർക്കഡ് ആസ് എ ടീച്ചർ കൊടുത്തോ, വർക്കഡ് ആസ് എ ML എന്ന് കൊടുക്കേണ്ട, സെർവ്ഡ് ആസ് എൻ ML എന്ന് കൊടുത്തോ. അതൊന്ന് മാറാൻ വർക്കഡ് ആസ് എ ML. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ മറക്കരുത്. അവർ ചെയ്തിട്ടുള്ള പ്രൊഫഷൻ ഒരല്പം കൂടി എന്താ പറയാ പ്രസ്റ്റീജിയസ് ആണെങ്കിൽ അവിടെ നമ്മൾ സെർവ്ഡ് കൊടുക്കലാണ് ഏറ്റവും നല്ലത്, മറന്നു പോകരുത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, അദ്ദേഹം ചെയ്തിട്ടുള്ള എഴുത്തുകളാകാം, പുസ്തകങ്ങളാകാം, അഭിനയിച്ച സിനിമകളാകാം, ഏതാകട്ടെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ഇൻക്ലൂഡ്സ്. എന്നിട്ട് ആ വർക്കുകൾ ഓരോന്നായി എഴുതാം. ഇനി അതല്ല സാർ, അതല്ലാത്ത രൂപമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ്? വർക്കിന്റെ പേര് ആദ്യം എഴുതുക. വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിൽ പാത്തുമ്മയുടെ ആട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ആരുടെ? വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ടും കൊടുക്കാവുന്നതാണ്. ഞാൻ ബോർഡിലുണ്ട്, ഞാൻ പറയുന്നുണ്ട്, രണ്ടും ശ്രദ്ധിക്കണേ മക്കളെ. പരീക്ഷയുടെ തലേന്നാണ്. ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ട്രയൽ അടിച്ച് നോക്ക്. സെറ്റായിരിക്കും നമ്മുടെ പരീക്ഷ കേട്ടോ, മറക്കരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാകും. അതെങ്ങനെയാണ് സാറെ ആഡ് ചെയ്യുക? സിമ്പിൾ ആണെടാ. ഷീ വോൺ അല്ലെങ്കിലോ ഹി വോൺ, ഹി ഗോട്ട്, ഹി ബാഗ്ഡ്, ഏത് വേണമെങ്കിലും എടുക്കാം. എല്ലാം കൂടി എഴുതിയെടുക്കരുത് എന്ന് പ്രത്യേകമായി പറയുകയാണ്. പണ്ടൊരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ 2 അവാർഡേ ഉള്ളൂ. പറഞ്ഞ ബാഗ്ഡും ഹോണേഡും വോണും ഗോട്ടും എല്ലാം കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വേണ്ട, 2 അവാർഡ് ഉണ്ട് എങ്കിൽ ഇതിൽ 2 എടുത്തോ, എന്നിട്ട് അതങ്ങ് എഴുതിക്കോ. ഹി ബാഗ്ഡ് നാഷണൽ അവാർഡ്, ഹി വോൺ നോബൽ പ്രൈസ്. മതി, അത് എഴുതിയാൽ മതി. എല്ലാ വാക്കുകളും കൂടി കൊള്ളിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവേണ്ട. നമുക്കത് അറിയാവുന്ന ഭാഗം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതാൻ എൻ്റെ പൊന്നുമക്കൾ മറന്നു പോകരുത്. ഇനി അടുത്തത് എഴുതാനുള്ളത് ഹി പാസ്ഡ് അവേ എന്നുള്ളതാണ്. അദ്ദേഹം മരണപ്പെട്ട വർഷം, തീയതി ഒക്കെയാണ്. സ്ഥലവും ചിലപ്പോൾ പറയാറുണ്ട്, അത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സച്ചിൻ ടെണ്ടുൽക്കറെ ആണ് നിങ്ങൾക്ക് പ്രൊഫൈൽ തന്നത് എങ്കിൽ അദ്ദേഹത്തെ കൊന്നു കളയരുത്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവിടെ പാസ്ഡ് അവേ ചേർക്കേണ്ട. മരിച്ച ആളാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയർ മാത്രമാണെങ്കിൽ ഇന്ന ഡേ പ്ലസ് ഇയർ ആണെങ്കിൽ ഏതാണ് കൊടുക്കേണ്ടത്? യെസ്, ഓണും ഇന്നുമാണ് കൊടുക്കേണ്ടത്. മറന്നു പോകരുത്. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസ്കോഴ്സ് എന്തായാലും ചോദിക്കും സാറേ എന്ന് പറയുന്ന ചോദ്യം എഴുതി വെച്ചോ. അപ്രീസിയേഷൻ. ഏതാണ് മക്കളെ? അപ്രീസിയേഷൻ. എന്താണ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കവിതയിൽ ചില വരികൾ നമുക്ക് തരും. ആ വരിയുടെ തീം എഴുതുക, ആ വരിയിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റ് ഡിവൈസസുകൾ എഴുതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ളത്. അപ്രീസിയേഷൻ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? കൃത്യമായി തന്നെ എഴുതണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. 2 കവിതകളാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ഒന്ന് പോയട്രി ബൈ പാബ്ലോ നെറൂഡ ആൻഡ് സെക്കൻഡ് വൺ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക. അതിലൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം വന്ന കവിത എന്ന് പറയുന്നത് 2023 വന്ന കവിത ദ പോയട്രി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സാധ്യത കൂടുതലുള്ളത് ആരാണ്? ബാലഡ്. പക്ഷെ നിങ്ങളിപ്പോ അതൊന്നും നോക്കണ്ട. പക്കാ ഷുവർ ക്വസ്റ്റ്യനുമായി 7:20 MS ചാനലിൽ കാണാം. അവിടെ നമ്മൾ കൃത്യമായിട്ട് ഏത് വരുമെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, ഡൺ. അപ്പൊ അപ്രീസിയേഷൻ സാർ എങ്ങനെ എഴുതാ? കേട്ടോ, നിങ്ങൾ ഈ പറയുന്ന PDF നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലൈവില് കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാം. യാതൊരു കുഴപ്പമില്ല. പക്ഷേ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഏതാണ് കവിത എന്ന് എഴുതുക. കവിത എഴുതിയിട്ടുള്ള ആളെ പരിചയപ്പെടുത്തുക. കവിതയിൽ തന്നിട്ടുള്ള വരികൾ ഏതാണെന്ന് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന തീം എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അവസാനമായിട്ട്
കൃത്യമായിട്ട് നിങ്ങൾ പോയറ്റിക് ഡിവൈസസ് കൂടി ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതാണ് അപ്രീസിയേഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കോ. ഏതാണ് കവിത എന്ന് എഴുതുക, അതോടൊപ്പം തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് പോം എന്ന് എഴുതുക. അത് ഏത് കവിതയാണെങ്കിലും നമ്മൾ അങ്ങനെ കൊടുക്കണം. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് എ ഗ്രേറ്റ് പോം. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ വാസ് എ ബ്യൂട്ടിഫുൾ പോം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. എഴുതിയ ആളുടെ പേര് ഇറ്റ്സ് എ ബാലഡ്. ഇറ്റ്സ് എ ബാലഡ്. എന്തുകൊണ്ടാ? വീരഗാഥയായത് കൊണ്ടാണ് ബാലഡ് എന്ന് പറയുന്നത്. ഡൈഡാക്ടിക് പോയം ആണെങ്കിൽ അതും കൊടുക്കുക. അപ്പൊ ചോദിക്കും, സാറേ എന്താ ഡൈഡാക്ടിക്? നിങ്ങളത് പഠിക്കേണ്ടതില്ല. അത്തരം കവിതകളും നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഓർമ്മിപ്പിക്കുന്നത്. ദ പോം റിട്ടൺ, ആരാണ് എഴുതിയത്, അത് ആ ആളുടെ പേര് നമ്മളിവിടെ എഴുതാൻ ശ്രദ്ധിക്കുക. ആരാണ്? ഫാദർ ഗില്ലിഗൻ. ആരാ എഴുതിയടാ? W.B. Yeats എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എഴുതുക. ഹി വെൽ നോൺ ആസ്, ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകും. നമ്മുടെ വില്യം വേർഡ്സ്വർത്തിനെ പോലെ ചിലപ്പോൾ ആ പേരിനൊരു പ്രത്യേകത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദ പോയറ്റ് ഓഫ് നാച്ചർ, ദ പോയറ്റ് ഓഫ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോം. അതെല്ലാവരും എഴുതിക്കോ. ഇതൊരു ഭയങ്കര രസകരമായ പോമാണ്. ദ ഓതർ ഹാസ് യൂസ്ഡ് ഗുഡ് ലാംഗ്വേജ് ഇൻ ദ പോം. നല്ല ഒരു ഭാഷയിലാണ് ഈ കവിത പറഞ്ഞിട്ടുള്ളത്. ആഡ് ചെയ്തോടാ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദ പോം ഈസ് എബൌട്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. തീം എന്താണോ അത് തന്നെ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ദ പോയറ്റ് ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് സിമിലർ പോംസ്. എല്ലായിടത്തും എഴുതിക്കോ. ഇതുപോലത്തെ ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആരും നിങ്ങളോട് ചോദിക്കൂല അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് ദിസ് പോം കൺസിഡേർഡ് ആസ് ഹിസ് മാസ്റ്റർ പീസ്. അതും എഴുതിക്കൂടാ. അത് അദ്ദേഹത്തിന് മാസ്റ്റർ പീസ് ആണെന്നെങ്കിൽ എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും ചോദിക്കൂല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ദ പോം ഈസ് അറേഞ്ച്ഡ് ക്വാട്രൈൻസ് ഫ്രീ വേഴ്സ് സ്റ്റൈൽ. നല്ല ശ്രദ്ധിച്ചോ. ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന കവിത ക്വാട്രൈൻസ് ആണ്. പോയട്രി എന്ന് പറയുന്ന കവിത ഫ്രീ വേഴ്സ് സ്റ്റൈലാണ്. മറക്കണ്ട, ഇത് ഓർത്ത് വെച്ചോ. പോയട്രി, ഇത് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പൊ ആ ഒരു സ്റ്റൈല് എഴുതി വെച്ചോടാ, ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കോ. ദ പോം ലൈൻസ് എക്സ്പ്ലനേഷൻ. നമ്മുടെ പോയത്തിൽ തന്നിട്ടുള്ള വരികളുടെ എക്സ്പ്ലനേഷൻസ് കൃത്യമായിട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അതോടൊപ്പം ദ പോയറ്റ് യൂസ്ഡ് വേരിയസ് പോയറ്റിക് ഡിവൈസസ്. ഒരുപാട് പോയറ്റിക് ഡിവൈസസുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഓരോ ഡിവൈസസുകളും നിങ്ങൾ കൃത്യമായി എഴുതുകയും അതിന്റെ എക്സാമ്പിൾ സഹിതം എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. റെഡിയാണല്ലോ? എക്സാമ്പിൾ കൂടി എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. റെഡിയാണല്ലോ? ഡൺ. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ തന്നിട്ടുള്ള സ്റ്റാൻസയിലുള്ള പോയറ്റ് ഡിവൈസ് ചെയ്താൽ മതി. അല്ലാതെ മുഴുവനായിട്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ദീസ് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈൻസ് ഓഫ് ദ പോം. ഇത് ഈ വരികൾ എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള 12 വരികളാകാം, 8 വരികളാകാം, ഏത് വരികളാവട്ടെ, അതാണ് ഏറ്റവും മനോഹരമായ വരികളാണ് എന്ന് പറയുക. ദീസ് ലൈൻസ്, ഈ വരികൾ കൺവേ എ ലോട്ട് ഓഫ് മീനിങ്സ്. ഒരുപാട് അർത്ഥങ്ങൾ ഈ ഒരു വരികൾ പറയുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുക. എവറി റീഡർ വിൽ ലൈക്ക് ദീസ് ലൈൻസ്. എല്ലാ വായനക്കാരും ഈ വരികൾ ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾ എഴുതി അവസാനിപ്പിക്കുക. ദ എൻഡിങ് ഓഫ് ദ പോം ഈസ് പെർഫെക്റ്റ്, ദ പോം ഈസ് ആൻ ഇൻസ്പയറിംഗ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്രീസിയേഷൻ അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെഫിനറ്റ്ലി 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഇവിടെ വീണിരിക്കും. യാതൊരു പേടിയും ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് എന്തായാലും വരുമെന്ന ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് നല്ല നോക്കിക്കോ മക്കളെ. നമുക്ക് ഒരുപാട് ക്യാരക്ടർ സ്കെച്ച് അതിൽ പഠിക്കാനുണ്ട്. 1 ആരാണ്? A.J. ക്രോണിൻ. 2 ജോൺ. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് പഠിക്കാനുള്ളത് ദ നെവർ നെവർ നെസ്റ്റിലെ ജാക്ക് ആൻഡ് ജിൽ. ജില്ലിന് ഉണ്ടാവില്ല, ജാക്കോ ആൻഡോ ആണ് ഉണ്ടാവുക. പിന്നീട് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ആള് മാർത്ത, ഗ്രാൻഡ് ഫാദർ. ഇത്രയും കഥാപാത്രങ്ങളിൽ ആരുടേത് വരും? 7:20 പക്ക ഷുവർ ക്വസ്റ്റ്യനിലേക്ക് വാടാ. അവിടെ നിങ്ങൾക്ക് ആരുടേത് വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ നമുക്ക് കഴിയും. യാതൊരു ടെൻഷനും അടിക്കേണ്ട. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാർത്ത വന്നിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദർ വന്നിട്ടുണ്ട്, എല്ലാവരും ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. ഒന്നുകിൽ ജോണ് അല്ലെങ്കിൽ ജാക്ക്, ഒന്നുകിൽ ജോണ് അല്ലെങ്കിൽ ജാക്ക്. ആരുടേത് വരും അറിയണോ? 7:20 ലൈവിൽ കാണാം. പിക്ചർ അഭി ബാക്കി ഹെ ബായ്. അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ആണ്. നോക്കിക്കോ എല്ലാവരും. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ദ ക്യാരക്ടർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ സ്റ്റോറി. മാർത്തയാണെങ്കിൽ മാർത്ത പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ സ്റ്റോറി എന്ന് എഴുതുക. സ്റ്റോറി ആകാം, പോം ആകാം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന കവിതയിൽ ഒരു ക്യാരക്ടർ സ്കെച്ചിനുള്ള സാധ്യത കാണുന്നില്ലേടാ? ഉണ്ടടാ, മറക്കണ്ട. യെസ്, ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റോറി. അതൊരു മനോഹരമായ കഥയാണ്. റിട്ടൺ ബൈ ഓഥറുടെ പേര് എഴുതുക. ഹി നോൺ ആസ് സ്പെഷ്യാലിറ്റി ഓൺ ഫേമസ്. അദ്ദേഹം ചിലപ്പോൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിളിപ്പേരുണ്ടാകാം. ആ പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാൻ മറക്കരുത്. ദ തീം ഓഫ് ദ സ്റ്റോറി അത് നിങ്ങൾ തന്നെ
എഴുതണം, മറക്കരുത്. ദ ക്യാരക്ടേഴ്സ് അപ്പിയറൻസ്, നമ്മുടെ ഈ ക്യാരക്ടറിന്റെ അപ്പിയറൻസ് പറയാൻ നിങ്ങൾ മറന്നു പോകരുത്. അദ്ദേഹത്തിന്റെ ഫിസിക് പറയണം, ഇമോഷണൽ പറയണം, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയണം, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണ്, ആഡ് ഇൻസിഡൻസ് ഫ്രം ദ ചാപ്റ്റർ റിലേറ്റഡ് വിത്ത് ഹിസ് ഇമോഷൻ. അദ്ദേഹത്തിന്റെ മാനസികമായ സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയായ സാഹചര്യം നിങ്ങൾ കഥയിൽ നിന്നും വേറിട്ട് തന്നെ എഴുതേണ്ടത് നിർബന്ധമാണ്. ആഡ് ഡീറ്റെയിൽസ് അബൌട്ട് ഹിസ് ഓർ കണക്ഷൻ വിത്ത് ദ അതർ ക്യാരക്ടേഴ്സ്, മറ്റുള്ള ക്യാരക്ടേഴ്സുമായി അദ്ദേഹത്തിനുള്ള കണക്ഷൻസ് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, ഈ കഥയിലെ ആ കഥാപാത്രത്തിനുള്ള പങ്ക്, പ്രാധാന്യം നിങ്ങൾ പറയാൻ മറന്നു പോകരുത്. കൺക്ലൂഡ് ദ ഡിസ്കോഴ്സസ്, എന്നിട്ട് നിങ്ങൾ ഡിസ്കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം വിത്ത് ഹൗ ദ ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് യു, നിങ്ങളെ എങ്ങനെയാണ് ഈ കഥാപാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ. മറന്നു പോകല്ലേ മക്കളെ, മറന്നു പോകല്ലേ. അടുത്തതായിട്ട് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്പീച്ച് സ്പീച്ച് സ്പീച്ച്, പ്രസംഗം. പ്രസംഗമില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇന്നേ വരെ കടന്നു പോയിട്ടില്ല. അപ്പൊ സ്പീച്ചിൽ എങ്ങനെയാണ് ചോദിക്കുക? ആദ്യം സാറേ, ആദ്യം നമുക്ക് സല്യൂട്ടേഷൻ ആണ്, അറ്റൻഷൻ സല്യൂട്ട്. ആ സല്യൂട്ട് അല്ല, ആദ്യം നമ്മൾ അവിടെയുള്ള ആളുകളെ നമ്മളൊന്ന് വിളിക്കണം. എങ്ങനെയാണ് വിളിക്കുക സാറേ? ഹോണറബിൾ ഗസ്റ്റ് ഓൺ ദ ഡൈസ്. റെഡിയാണല്ലോ? ഹോണറബിൾ ഗസ്റ്റ് ഓൺ ദ ഡാൻസ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അവശിഷ്ടങ്ങൾ, സോറി അങ്ങനല്ല, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എന്ന് വിളിക്കുക. അതോടൊപ്പം റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ആൻഡ് മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇത് സാധാരണ കോമൺ ആയി വിളിക്കുന്ന ഒന്നാണ്. ചോദ്യം ശ്രദ്ധിക്കുക, സ്കൂളിലാണ് തന്നത് എങ്കിൽ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പളും മൈ ഡിയർ ടീച്ചേഴ്സും മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹോണറബിൾ ഗസ്റ്റും PTA മെമ്പേഴ്സും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്തോ. ഐ ഫീൽ പ്രൗഡ് ടു ബി ഹിയർ വിത്ത് യു. ഏത് പ്രസംഗം അങ്ങനെ തുടങ്ങിക്കോ. ഇന്നിവിടെ നിൽക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട്. ഐ ആം ഹിയർ ഫോർ എ റീസൺ. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രസംഗം പറയുമ്പോൾ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കടാ. റെഡിയാണല്ലോ? യു നോ, നിങ്ങൾക്കറിയുമോ SLC പരീക്ഷ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ അത് വളരെയധികം സഹായിക്കും. അടുത്തതായിട്ട് ഐ വിൽ ടെൽ യു എ സ്റ്റോറി അബൌട്ട്, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു തുടങ്ങാം. അതല്ലെങ്കിൽ നോക്കിക്കോ മക്കളെ, അടുത്തത് സ്റ്റാർട്ട് വിത്ത് സം എക്സ്പ്രഷൻസ് ലൈക്ക് ദിസ്. ഏതെങ്കിലും ഒരു ഇതേപോലത്തെ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾ പരിപാടി തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ കോണ്ടന്റിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ആഡ് പോയിന്റ്സ്, ഒരുപാട് പോയിന്റുകൾ നിങ്ങൾ ആഡ് ചെയ്യണം. റിലേറ്റഡ് ഇൻസിഡൻസ്, ഇതുപോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അത് പറയാം. കൊട്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. ആൻഡ് കൺക്ലൂഡ്, എങ്ങനെയാണ് സാറേ കൺക്ലൂഡ് ചെയ്യുക? ഐ ആം കൺക്ലൂഡിങ് മൈ സ്പീച്ച്. റെഡിയാണല്ലോ? ഐ എം കൺക്ലൂഡിങ് മൈ സ്പീച്ച് വിത്ത് എ കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടേഷൻ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. വി ഓൾ ജോയിൻ ടുഗെദർ, അങ്ങനെ പറയാലോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം. ഫോർ എ ന്യൂ വേൾഡ്, ഫോർ എ ന്യൂ ഇന്ത്യ, ഒരു പുതിയ ഇന്ത്യയെ ഉണ്ടാക്കാൻ, പുതിയൊരു ലോകത്തെ പടുത്തുയർത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തെ വരി ഇങ്ങനെ ആയിരിക്കണം, താങ്ക് യു ഓൾ. മറന്നു പോകല്ലേ മക്കളെ. സ്പീച്ച് 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. ഫോർമൽ ലെറ്റർ, 2 തരം ലെറ്റേഴ്സ് ആണ് നമുക്ക് ഉണ്ടാകുക. ഒന്ന് ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ. മറക്കരുത്. ഫോർമൽ ലെറ്റർ, ഒരുപാട് കത്തുകൾ എഴുതി നിങ്ങളോട് കത്തിനെ കുറിച്ച് പറയേണ്ടി വരില്ല എന്നെനിക്ക് അറിയാം, എന്നാലും ശ്രദ്ധിച്ചോ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് നമ്മൾ ആ ഫോർമാറ്റ് പാലിച്ചിരിക്കണം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക്, പ്രിൻസിപ്പൾക്ക്, മാനേജ്മെൻറ്റിന്, എടാ മാർത്ത ഒരു കത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾക്കോ മാനേജ്മെൻറ്റിനോ അയക്കാൻ തീരുമാനിച്ചാൽ ആ ലെറ്റർ ഏതായിരിക്കും? ഫോർമൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ വേണം? ഫ്രം വേണം, ടു വേണം, ഡീറ്റെയിൽസ് വേണം. ശ്രദ്ധിച്ചോ, ആദ്യം ഫ്രം എഴുതണം. ആരാണ് എഴുതുന്നത്? അവരുടെ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതുക. അത് നിങ്ങൾക്ക് ഏത് കിട്ടിയാലും ഇതന്നെ എഴുതിയാൽ മതി, ആളെ മാത്രം മാറ്റി കൊടുത്താൽ മതി. രണ്ടാമത് ആർക്കാണ് എഴുതുന്നത് കൃത്യമായിട്ട് പറയുക. ABC സ്കൂൾ ടെക്സാസ് എന്നാണ് ഞാൻ കൊടുത്തത്. പിന്നെ എവിടെയാണ് സ്ഥലം എഴുതുക. സബ്ജക്റ്റ് എഴുതാതെ ഒരിക്കലും ഈ സാധനം പോകരുത്. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, ആ സബ്ജക്റ്റ് എഴുതുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. അത് സബ്ജക്റ്റിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഞാൻ ചെറിയ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് പോളിസി ചേഞ്ച്. ഞാനൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ആ ഒരു എന്താ പറയുക, ആ ഒരു പോളിസി ചേഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് പരാതിയുള്ളത് എന്നത് എഴുതുക. അത് മറന്ന് പോകരുത്. അടുത്ത് നോക്കിക്കോ മക്കളെ, ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, അത്രയാണുള്ളത്. പിന്നീട് നമുക്ക് താഴെ കോണ്ടന്റ് എഴുതാം. അവസാനം എന്ത് ചെയ്യുക? യുവർ ഫെർത്തിഫുള്ളിന് എഴുതിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഒരു ലെറ്റർ എഴുതുന്നു, നമ്മുടെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി, വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു. ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പേര് എഴുതിയിട്ട് അത് അവസാനിപ്പിക്കുക. ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഭാഗം അത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ഓക്കെ,
നെക്സ്റ്റ് ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്ററിന്റെ കോമൺ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? ഐ ഗോട്ട് യുവർ ലെറ്റർ, എനിക്ക് നിന്റെ കത്ത് കിട്ടി. ഹോപ്പ് യു ആർ ഫൈൻ, നീ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഐ ആം ഫൈൻ ഹിയർ. ഹൗ ഇസ് യുവർ ജോബ്, നിന്റെ ജോബ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു സംതിങ്. ഇതൊരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ്. നമ്മൾ സാധാരണ വരക്കുന്നു. ഫ്രം ടു ഒന്നും വേണ്ട, നമുക്ക് എന്ത് മതി? ഫ്രം മാത്രം മതി. അത് ഫ്രം എഴുതണം എന്നില്ല. നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി മക്കളെ? ഓക്കെ, നമ്മൾ ഒരു കോളം വരയ്ക്കുക, എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് എഴുതുക. നേരത്തെ എഴുതിയതുപോലെ തന്നെ മാർത്ത എന്ന് എഴുതുക, ഗ്രീൻ ഹൗസ്, പിന്നെ പോസ്റ്റ് ബോക്സ് നമ്പർ ടെക്സാസ് എന്ന് എഴുതിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഡിയർ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ആ കത്തങ്ങ് എഴുതി തുടങ്ങുക. ആ കത്ത് എഴുതി തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതെല്ലാം നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പറ്റുന്നത്ര ആഡ് ചെയ്യുക. എല്ലാതും കൂടി ആഡ് ചെയ്യണമെന്നല്ല, 1-2 കാര്യങ്ങൾ ആഡ് ചെയ്ത് സബ്ജക്റ്റിലേക്ക് നമ്മൾ നേരിട്ട് പോകണം. റെഡിയാണല്ലോ? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഹോപ്പ് യു ആർ ഫൈൻ, നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹൗ ആർ ദ തിങ്സ് ഗോയിങ്, എങ്ങനെയുണ്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നില്ലേ? ഹൗ ഇൻ യുവർ ജോബ്. എന്നിട്ട് അവരുടെ പിന്നെ എന്താ പറയുക, രസകരമായ അവരുടെ വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യുക, പിന്നെ അന്വേഷിക്കുക. പിന്നെ എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ, ഡൺ. പിന്നീട് ഡേ, ഡേറ്റ്. യെസ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ് ഡയറി റൈറ്റിംഗ്. നോക്കണേ മക്കളെ, ഡയറി റൈറ്റിംഗ്. ഡയറിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏതാണ്? നമ്മളൊരു കോളം വരച്ചിട്ട് വേണം എപ്പോഴും ഡയറി എഴുതാൻ. കോളം വരച്ചിട്ട് വേണം എപ്പോഴും ഡയറി എഴുതാൻ. ഡയറിക്ക് ഇനി 10 മാർക്കാണെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാടൊന്നും വലിച്ചു വാരി എഴുതരുത്. നല്ല ഒരു ടേബിൾ വരയ്ക്കുക. എന്നിട്ട് എന്താ സാറേ കൊടുക്കേണ്ടത്? ഡേ ആൻഡ് ഡേറ്റ്. 22/12/2024 സൺഡേ. റെഡി ആണല്ലോ? പിന്നീട് നമ്മുടെ ടൈം കൂടി മെൻഷൻ ചെയ്യുക, 10:30 PM. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഓരോന്നും എന്ത് ചെയ്യുക? വ്യത്യസ്തമായി എഴുതുക. നോക്കിക്കോ, സർപ്രൈസ് ഓർ എക്സൈറ്റ്മെന്റ് ഉള്ളൊരു എന്താ പറയുക ഡയറി ആണെങ്കിൽ, ഉദാഹരണം പറയാം, നമ്മുടെ മാർത്തയുടെ ഡയറി ആണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കുക? ഹാപ്പിനെസ്, സക്സസ് ഒക്കെ ആണെങ്കിൽ, സാഡ്നെസ്, ഡിസപ്പോയിൻമെന്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഷോർട്ട് സെന്റൻസ് ഓർ ഫ്രാഗ്മെന്റ്സിനും ഒന്ന് ഹാപ്പിനെസ് ആണോ, സർപ്രൈസ് ആണോ, എക്സൈറ്റ്മെന്റ് ആണോ എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് കൊടുക്കുക. പിന്നെ ഷോർട്ട് സെന്റൻസ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ലെങ്തി കോംപ്ലക്സ് സെന്റൻസ് ക്യാൻ ബി അവോയ്ഡ്. വലിയ എന്താ പറയുക, വലിയ ലെറ്റേഴ്സ് ഒന്നും, വലിയ വേർഡ്സ് ഒന്നും എഴുതിയിട്ട് അത് വല്ലാതെ കുഴപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡയറി കൺക്ലൂഡ് ചെയ്യുമ്പോൾ എക്സ്പ്രസിംഗ് ദ ഡിറ്റർമിനേഷൻ, പ്രോമിസ് ഓർ ഹോപ്പ്. ഞാൻ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടി വേണം ഡയറി അവസാനിപ്പിക്കാൻ. അതോടൊപ്പം തന്നെ അതിൽ ഉപയോഗിക്കാവുന്ന സെന്റൻസുകൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. സർപ്രൈസ്, എക്സൈറ്റ്മെന്റ്, ഇതാണോ കൊടുക്കാനുള്ളത്? വാട്ട് എ വണ്ടർഫുൾ ഡേ. ഐ നെവർ എക്സ്പെക്റ്റഡ് ടു മീറ്റ് ഹിം അഗെയിൻ. അവിടെ ഐ നെവർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് മൈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒക്കെ കൊടുക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിനനുസരിച്ച് കൊടുക്കുക. താങ്ക് ഗോഡ് ഫോർ ദി സർപ്രൈസ്. ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇറ്റ് വാസ് റിയലി ബിയോണ്ട് മൈ ഇമാജിനേഷൻ. ഈ രൂപത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സാഡ്നെസ് ആണെങ്കിൽ വാട്ട് എ മിസ്ഫോർച്യൂൺ, വാട്ട് എ ബാഡ് ലക്ക്, ഹൗ സാഡ് ഇറ്റ് വാസ്. ഇതെപ്പോഴാണ്? അദ്ദേഹത്തിന് പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞു മാർത്തയോട്, എന്ത്, എനിക്കിത് കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോകുന്നൊരു സമയമില്ലേ, അവിടെയാണെങ്കിൽ ഇതാ വാട്ട് എ മിസ്ഫോർച്യൂൺ, വാട്ട് എ ബാഡ് ലക്ക്, ഹൗ സാഡ് ഇറ്റ് വാസ്. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹാപ്പിനെസ്, സക്സസ്, റിലീഫ് ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരാവുന്നത് നരേഷൻ. ഏതാണ് മക്കളെ? നരേഷൻ. നരേഷൻ എന്തായാലും വരാറുള്ള ഒരു ചോദ്യമാണ്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അത് കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷം ഒക്കെ വന്നിരുന്നു. ജോണിന്റെ ലൈഫിന്റെ ഒരു നരേഷൻ, പിന്നെ ആ ചാപ്റ്ററിന്റെ ഒരു നരേഷൻ ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് നരേഷൻ മിക്കവാറും മറ്റൊരു ചാപ്റ്ററിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്ങനെയാണ് അത് എഴുതുക? നല്ല ഒരു ക്യാച്ചി ഹെഡിങ് കൊടുക്കുക. നമുക്ക് നല്ല അട്രാക്റ്റീവായ ഒരു ഹെഡിങ് കൊടുക്കണം. അതുപോലെ ആ പ്രോപ്പർ പേഴ്സൺ ആൻഡ് ദ പെർസ്പെക്റ്റീവ്. ചിലപ്പോൾ അത് ജോൺ പറയുന്നതാകാം, അല്ലെങ്കിൽ AJ ക്രോണിൻ പറയുന്നതാകാം. ആരാണോ പറയുന്നത് അയാളുടെ പേഴ്സ്പെക്റ്റീവിലേക്ക് അത് മാറ്റാൻ മറക്കരുത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന സ്റ്റോറി ആരുടെ പേഴ്സ്പെക്റ്റീവിലാണ്? AJ ക്രോണിന്റെ പേഴ്സ്പെക്റ്റീവിലാണ്. അതുകൊണ്ടാണ് ഐ മെറ്റ് അല്ലെ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളോടാണ് പറയാൻ നമ്മളോട് എഴുതാൻ പറയുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങളതിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. നരേഷൻ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഞാൻ ജസ്റ്റ് ഒരു ആൻസർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാം മക്കളെ? നരേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നുകിൽ 7 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. അത് ഒരിക്കലും കളയരുത്. രണ്ടാമത്തെ സെക്ഷനിലൊക്കെയാണ് ആ ചോദ്യം വരാറുള്ളത്. 7 മാർക്കിൻ്റെ 2 ചോദ്യം ഉണ്ടാകും. അതിലൊന്ന് നരേഷൻ ആവാനാണ് സാധ്യത. അവിടെ നിങ്ങൾ ആ മാർക്ക് കളയരുത്, മറക്കരുത്.
അതോടൊപ്പം വരാവുന്ന എന്തായാലും എഴുതി വെച്ചോ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നാളത്തെ പരീക്ഷയിൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ ചെയ്ത മക്കളെ, ആദ്യം ഒരു ക്യാച്ച് ഹെൽഡേന് അതെപ്പോഴും സെൻട്രലാണ് എഴുതേണ്ടത്. എന്തായാലും ഇതിന് എന്ത് വേണം മക്കളെ, ഒരു കോളം വേണം, മറക്കരുത്. പിന്നെ നമ്മൾ എല്ലാ ന്യൂസിലും ഇങ്ങനെ തന്നെ എഴുതിക്കോ, സ്റ്റാഫ് റിപ്പോർട്ടർ, തൊട്ട് താഴെ ഡേറ്റ്, പിന്നെ സ്ഥലം എഴുതിയിട്ട് 2 കുത്ത്, ഇത് മറക്കരുത്. പിന്നെ നമ്മൾ ദ ഓപ്പണിംഗ് സെക്ഷൻ ദാറ്റ് ഗിവ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ആദ്യത്തെ വരിയിൽ നിങ്ങൾ കൊടുക്കേണ്ടത്, ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ലീഡ് എന്നാണ് അതിന് പറയാം. ഒന്നാമത്തെ പാരഗ്രാഫിന് എന്താണ് പറയാ, ലീഡ് എന്നാണ് പറയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് WH ക്വസ്റ്റ്യൻസിന്റെ മുഴുവൻ ഉത്തരവും അതിലുണ്ടായിരിക്കണം. ഹു, വാട്ട്, വെൻ, വേർ, വൈ എന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിലുണ്ടായിരിക്കണം. ചോദ്യം ഉണ്ടാകാൻ പാടില്ല, അതിന്റെ ഉത്തരങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടാകണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് നോൺ ആസ് ലീഡ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റോറി, ആ കഥയുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കം ഫസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം കൊടുക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എങ്ങനെയാണ് അവസാനിപ്പിക്കുക, ഒരു കൊട്ടേഷനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ ആളോ ഏതെങ്കിലും ഒരാൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്ന രൂപത്തിലാണ് നമ്മുടെ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവസാനിക്കേണ്ടത്. മറക്കല്ലേ കേട്ടോ. റെഡിയാണല്ലോ? യെസ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മാർത്ത വോൺ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്റ്റാഫ് റിപ്പോർട്ടർ 7 മാർച്ച് 2018 ടെക്സാസ്. മാർത്ത 14 ഇയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ നെറ്റ് മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നോക്കുക. റെഡിയാണല്ലോ? ഡൺ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. മാം ഗുഡ് മോർണിംഗ്, 5 ചോദ്യങ്ങളോ 6 ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, മാം ഗുഡ് മോർണിംഗ്, ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. ഈ ഒരു സാധനങ്ങൾ ആദ്യത്തെ ചോദ്യത്തിൽ ആഡ് ചെയ്യണേ. ഓരോ ചോദ്യത്തിനും ഇത് എഴുതണ്ട. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങളത് തീർച്ചയായിട്ടും ഈ കാര്യം കൊടുക്കുക. എൻ്റെ ഒരു നല്ലൊരു മോട്ടിവേഷൻ, യുവർ വേർഡ്സ് ആൻഡ് ആർട്ടിക്കിൾസ് ആർ റിയലി ഇൻസ്പയറിംഗ്. ഞാനിത് ചിമാമാൻഡ ഗോസി അടിച്ചിയോട് ചോദിക്കുന്നതായിട്ടാണ് എഴുതിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ കാരണം അതാണ്. ഇതിനടുത്ത് എൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്, മാം മൈ ക്വസ്റ്റ്യൻ ഈസ് ഹു ഇൻസ്പയർഡ് യു ഇൻ യുവർ ലൈഫ്. ചോദ്യം അതാണെങ്കിലും അതിന് മുൻപ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ചെറിയ ഒരു എന്താ പറയുക, ഓപ്പണിംഗ് സെൻറ്റൻസ് കൊടുക്കുന്നത് ആ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനെ മനോഹരമാക്കാൻ അത് സഹായിക്കും. മറന്നു പോകരുത്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗവും യുവർ ഡ്രീം, അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങൾ സെലക്ട് ചെയ്തു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മുൻപ് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ, ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. മറന്നു പോകല്ലേ മക്കളെ. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് പ്രോഗ്രാം നോട്ടീസ് എഴുതി വെച്ചോ. അടുത്ത നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ടീസ് പ്രിപ്പറേഷൻ ഉണ്ടാകും. ഡെഫിനറ്റ്ലി. നോക്കിയോ എങ്ങനെയാണ് പ്രോഗ്രാം നെയിം എഴുതുക. 2K24 റെഡിയല്ലോ. നമുക്കൊരു ഉദാഹരണം പറയാം. വാലിഡിക്ടോറിയൻ ഫംഗ്ഷൻ. നമ്മുടെ മാർത്തക്ക് ട്രോഫി, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നു, അതിൻ്റെ വാലിഡിക്ടോറിയൻ ഫംഗ്ഷൻ നടക്കുന്നു. അവിടെ നടക്കാനിടയുള്ള പ്രോഗ്രാമിൻ്റെ ഒരു നോട്ടീസ് ഞാൻ അതാണ് ഇവിടെ എഴുതി കേട്ടോ, മറക്കരുത്. നോക്കിക്കോ. ഡിയേഴ്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു മക്കളെ. ഡെഫിനറ്റ്ലി കോളം ഉണ്ടാകണം. ഒരു കോളത്തിലാണ് പ്രോഗ്രാം നോട്ടീസ് എഴുതേണ്ടത്. ദ PTA and Management Committee of ABC School, Texas has decided to conduct the valedictorian function on 11/12/2024 at the school auditorium. Mr. Elon Musk, the world famous scientist, has consented to inaugurate the program. Various eminent personalities participating in the auspicious event. Students and various club members organizing various cultural events, all are welcome. എത്ര പെട്ടെന്ന് എഴുതാൻ കഴിയണം, അത് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഇത് 1 ഫോൾഡ് ആണ്, ഞാനത് 2 ഫോൾഡ് ആക്കുകയാണ്. നോക്കിക്കോ. യെസ്. പ്രോഗ്രാം ഡീറ്റെയിൽസ്, പ്രയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻ എഴുതുമ്പോൾ നോക്കുക 1, 2, 3 ആളുകളെ നിങ്ങൾ ചേർത്ത് കൊടുത്തോ. വോട്ട് ഓഫ് താങ്ക്സ്, ലാസ്റ്റ് നാഷണൽ ആന്തം. നോക്കടാ, 6 മാർക്കോ 5 മാർക്കോ 7 മാർക്കിന്റെ ചോദ്യമാണ്. എന്തിനാണ് വെറുതെ മാർക്ക് കളയുന്നത്? നോക്കി വെച്ചോ, മറക്കണ്ട. നോട്ടീസ് എന്തായാലും പഠിക്കണേ. നാളെ നോട്ടീസ് ഉണ്ട്. റെഡിയാണല്ലോ? യെസ്. ഇത്രയുമാണ് ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. സാറേ ഇനിയും ഇല്ലേ ഡിസ്കോഴ്സ്? 1-2 അല്ലേടാ ബാക്കിയുള്ളൂ. അത് ഞാൻ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തന്നിട്ടുള്ളത് വെച്ച് 1 മണിക്കൂർ മാഷിന് വേണ്ടി 1 മണിക്കൂറൊന്ന് മെനക്കെട്. 1 മണിക്കൂറൊന്ന് പണിയെടുത്ത് നോക്ക്. കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലൈവിൽ കയറാൻ മറക്കരുത്. 7:20 എൻ്റെ മക്കൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. എന്തായാലും പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നിരിക്കും. അപ്പോൾ ഇന്ന് 7:20 വരേക്കും ശുഭരാത്രി, ശുഭദിനം. താങ്ക് യു.